UK മറ്റുണ്ട് പ്ലാസ്റ്റിക് സർജറിയൊക്കെ നടത്തി. ഞാനും വിശ്വസിക്കാം അത്രയും കാലം എനിക്കല്ല വിശ്വാസമൊന്നുമില്ല. ആരിലൂടെ മുമ്പോട്ട് പോയാൽ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു എന്ന് അറിയാൻ പറ്റും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് അതെനിക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റും. കേരള പോലീസിൻ്റെ ലോക തോൽവിയിൽപ്പെട്ടൊരു കേസാണ് സുകുമാരക്കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസ്. 44 വർഷമായിട്ടും ഇപ്പോഴും പുള്ളിയെ കണ്ടെത്താനായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ കേരള പോലീസിൻ്റെ കഴിവുകേട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് കഴിവുകേടുമുണ്ട്, പിന്നെ രാഷ്ട്രീയമുണ്ട്, കുറേ കളികളുമുണ്ട്. അപ്പം സുകുമാരക്കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പം 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുകുമാരക്കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജാർഖണ്ഡിൽ അവിടെ കണ്ട ജോലി ചെയ്തിരുന്ന നേഴ്സ് സുകുമാരക്കുറിപ്പിനെ അന്ന് അവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ചികിത്സയ്ക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം അവർ നാട്ടിലെത്തിയപ്പോഴത്തേക്ക് വീണ്ടും അവരൊരു ഇൻ്റർവ്യൂ ഒരു ബയറ്റ് പോകുന്നു. പിന്നെ അതിങ്ങനെ ചർച്ചാ വിഷയമാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എവിടെ എപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. സുകുമാരക്കുറിപ്പിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഈ ദൃശ്യമാധ്യമങ്ങളിലും ഇതിനകത്തെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുകുമാരക്കുറിപ്പിൻ്റെ ഫോട്ടോ അല്ല, അത് വേറെ ഏതോ വ്യക്തിയുടെ ഫോട്ടോയും കണ്ടാണ്. സുകുമാരക്കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സുകുമാരക്കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. കാരണം വേറൊന്നുമല്ല, ഇപ്പം 44 വർഷമായി 44 വർഷമായിട്ട് ഇയാളിപ്പം ആത്മഹത്യ ചെയ്യുന്നിരിക്കട്ടെ. ആത്മഹത്യ ചെയ്തപ്പം ഇനി കേരളത്തിലാണെങ്കിലും ഇനി വേറെ രാജ്യത്ത് പോയാണെങ്കിലും ഇയാൾ സ്വയമേ അങ്ങ് മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ആ വ്യക്തിയുടെ ബോഡി കണ്ടുപിടിക്കുമല്ലോ. കൂടിപ്പോയി 2 മാസം 3 മാസം 4 മാസം പോട്ട് ഒരു 10 വർഷമെങ്കിലും ആകുമ്പോഴത്തേക്കെങ്കിലും അയാളുടെ അസ്ഥികൂടം കിട്ടുമല്ലോ. പിന്നെ ഇയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കട്ടെ. ഇനി വല്ല കടലിലും കാണാൻ പോയി ആത്മഹത്യ ചെയ്യുന്നിരിക്കട്ടെ. പോകാൻ പറ്റുമെങ്കിൽ ഇയാൾ എത്ര ദൂരം പോയി ഇയാൾക്ക് വേറൊരാളുടെ സഹായമില്ലാതെ എന്തായാലും നടുക്കടലിൽ പോകാൻ സാധിക്കത്തില്ല. ഇനി നടുക്കടലിൽ പോയാൽ തന്നെ എങ്ങനെ പോയാലും ഒരു 5, 6, 7, 8 കൊല്ലം ആകുമ്പോഴത്തേക്ക് ആ അസ്ഥികൂടങ്ങൾ ഒഴുകി തിരിച്ച് കരയിൽ വന്നടിക്കും. ഈ 44 വർഷമായിട്ടും പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു തെളിവാണ് പുള്ളിയുടെ കൂട്ടുകാരായിട്ടുള്ള, പുള്ളിയുടെ കൂടെ പഠിച്ച് വളർന്ന് പുള്ളിയുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം എല്ലാവരും പറയുന്നത് വെച്ചാൽ സുകുമാരക്കുറിപ്പ് മരിച്ചു, സുകുമാരക്കുറിപ്പ് മരിക്കാനുള്ള സമയമായി, ജീവിച്ചിരിപ്പില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു സുകുമാരക്കുറിപ്പിൻ്റെ ഫാമിലിയൊക്കെ നല്ല രീതിയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. സുകുമാരക്കുറിപ്പിൻ്റെ ഫാമിലി വിദേശത്താണ് എന്നാണ് പറയുന്നത്. ഇപ്പോഴും അവർ സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഞാനൊരു ന്യൂസിനകത്ത് കണ്ടായിരുന്നു, സുകുമാരക്കുറിപ്പിൻ്റെ വീടും വസ്തുക്കളൊക്കെ വിൽക്കാനെ കൊണ്ട് ഭാര്യ രംഗത്ത് വന്നായിരുന്നു. അപ്പോൾ അവിടെ ഒരു സംശയം ഉളവാക്കി. കാരണം മരിച്ച ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെയും ഒരു സംശയം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും സുകുമാരക്കുറിപ്പ് മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാനിനി ഇവിടെ ഒരു വാർത്ത വെച്ച് തരാം. സുകുമാരക്കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുന്നേ സുകുമാരക്കുറിപ്പിൻ്റെ കേസ് അന്വേഷിച്ചിട്ടിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു വെളിപ്പെടുത്തൽ അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കേ. 2017 സജീവമായി തന്നെ സാർ ആ കേസ് വീണ്ടും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു? പോലീസ് സേനയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും, അതുകൊണ്ട് നമ്മുടെ സുകുമാരക്കുറിപ്പിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് എൻ്റെ പേരിലൊരു ഓർഡർ ഇറക്കിയായിരുന്നു ADGP നിതിൻ അഗർവാൾ സാർ. അതുമായി ബന്ധപ്പെട്ട് വളരെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് കേരള പോലീസിൻ്റെ കഴിവുകേടല്ല സുകുമാരക്കുറിപ്പ് രക്ഷപ്പെടാൻ ഇടയായത്, ആരൊക്കെയോ ചേർന്നുള്ള ശക്തിയിൽ. അതൊന്നും ഞാനിപ്പോൾ വെളിവാക്കുന്നില്ല. എൻ്റെ റിപ്പോർട്ടിൽ ഞാനത് മേലുദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു. പോലീസിലും പൊളിറ്റിക്സിലും സമുദായത്തിലുമുള്ള ചില ആളുകളുടെ സഹായം സുകുമാരക്കുറിപ്പിന് ലഭിച്ചുകൊണ്ടിരുന്നതായി വ്യക്തമായി. അദ്ദേഹത്തിൻ്റെ ഏതെല്ലാം മേഖലയിലുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടോ അവരുടെ എല്ലാം സ്ഥലങ്ങളിൽ ഞാൻ പോയി. അതിന് ശേഖരിക്കാവുന്ന, ഇപ്പം എനിക്ക് വെളിവാക്കാൻ പറ്റാത്ത തെളിവുകളെല്ലാം അദ്ദേഹം ജീവനോടുണ്ടെങ്കിൽ പോലീസ് എനിക്ക് കണ്ടെത്താൻ കഴിയുന്ന തെളിവുകളെല്ലാം ഞാൻ ശേഖരിച്ചു. ആ ശേഖരിച്ചതിൽ നിന്ന് എനിക്ക് ആ ലഭ്യമായ വിവരം, അന്ന് അദ്ദേഹത്തിന് 71 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ആ റിപ്പോർട്ടാക്കി ഞാൻ രഹസ്യ റിപ്പോർട്ടായിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊടുത്തിരുന്നു. 2017 ജൂലൈയിലാണ്. അത് തുടർന്ന് എന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല.
അപ്പോൾ ആ കേസിൻ്റെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ് എന്ന് കണ്ടെത്തിയാണ് ബഹുമാനപ്പെട്ട മേലധികാരികൾക്ക് ഞാൻ ആ റിപ്പോർട്ട് കൊടുത്തത്. പക്ഷെ എന്നെ വേദനിപ്പിച്ചത് തുടർന്ന് എന്തായി എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഔദ്യോഗികമായി നൽകിയ റിപ്പോർട്ട് ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിലുണ്ടല്ലോ. കാരണം അതായത് ഇപ്പോഴും ആ കേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സഹായകമായ പലതും റിപ്പോർട്ടിലുണ്ട്. അതായത് ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് ലോകത്തിന്റെ എവിടെ ഒളിച്ചാലും അവരിലേക്ക് എത്താൻ പറ്റുന്ന ആ ഇൻവെസ്റ്റിഗേഷന് മുമ്പോട്ട് പോകാൻ കഴിയുന്ന എല്ലാ എവിഡൻസുകളും എൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. 2017 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഈ സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്താനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിലെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായും ബന്ധപ്പെട്ട് നിന്നവരിൽ നിന്നും ഞാൻ ശേഖരിച്ചിട്ടുള്ള രഹസ്യമൊഴികൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ 2 ആൺപിള്ളേർ അവർ വന്ന് വിവാഹം കഴിച്ചത്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നാട്ടിൽ താമസിക്കാതെ ഗൾഫിൽ തന്നെ താമസിക്കുന്നു. കൂടാതെ തന്നെ അവർ സുകുമാരക്കുറുപ്പിൻ്റെ പേരിൽ അന്ന് പോലീസ് കണ്ടെത്താത്ത പല പ്രോപ്പർട്ടികളും അവരെ ക്രയവിക്രയം ചെയ്യാനും അതുപോലെ തന്നെ അവരിന്ന് മേടിക്കാനും ഒക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അപ്പം സുകുമാരക്കുറുപ്പും മരിച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വേണമല്ലോ അത് ക്രയവിക്രയം ചെയ്യാൻ. അങ്ങനെ ക്രയവിക്രയം ചെയ്യാൻ അവർ ശ്രമിക്കുന്നുവെങ്കിൽ അവർ അതിനുള്ള മാർഗങ്ങൾ അവർ തേടുന്നുണ്ടായിരിക്കാം, അവർക്ക് അറിവുണ്ടായിരിക്കാം. മാത്രമല്ല ആ കുടുംബത്തിലെ ഒരാളെ ചോദ്യം ചെയ്തിരുന്നു. ആ കുടുംബം ഇപ്പം ഞാൻ വെളിവാക്കുന്നില്ല, അത് മേലിൽ തുടർന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വന്നാൽ ആരിലൂടെ മുമ്പോട്ട് പോയാൽ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു എന്ന് അറിയാൻ പറ്റും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് അതെനിക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. നിലവിലും ആ സംവിധാനം ഉണ്ട്. അതേ സംവിധാനം ആ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ഉന്നതരായ ചില വ്യക്തികൾ അദ്ദേഹത്തിന്റെ സഹോദരൻ സുരേഷ് കുറുപ്പിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. രാഷ്ട്രീയക്കാരാണോ? അത് രാഷ്ട്രീയമുണ്ട്, പോലീസ് സേനയിലെയുണ്ട്. പിന്നെ സുകുമാരക്കുറുപ്പിന്റെ വീട്ടിൽ അങ്ങ് അന്വേഷണമായി എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരു പോലീസ് ഓഫീസർക്ക് എന്നെ അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ആൾമാറാട്ടം നടത്തിയ ചെന്നത്. ഞാൻ അവിടുന്ന് പെട്ടെന്ന് പിൻവലിയുകയാണ് ചെയ്തത്. ഒരു പോലീസ് സേനയുടെ തന്നെ അന്തസ്സിനെ വിഘാതമായി നിൽക്കുന്നൊരു സംഭവമായതുകൊണ്ട് പോലീസിൽ ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം ഇട്ട് അന്വേഷിച്ചാൽ എനിക്ക് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ കൈവശമുള്ള എല്ലാ രേഖകളും കൊടുക്കാൻ എനിക്ക് പറ്റും. 2017 വരെ അല്ലെങ്കിൽ അതിനുശേഷവും ഒക്കെ സുകുമാരക്കുറുപ്പ് കേരളത്തിലേക്ക് വന്നതായുള്ള കണ്ടെത്തൽ അന്നുണ്ടായിരുന്നു. ആ വിവരങ്ങൾ അനുസരിച്ച് 2-3 ചടങ്ങുകൾക്ക് വന്നിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വെളിപ്പെടുത്താൻ പറ്റാത്ത സോഴ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് കളവായ ഒരു സോഴ്സായിട്ട് എനിക്ക് തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞ മറ്റു പലതും നമ്മൾ വെരിഫൈ ചെയ്തു. അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് ഈ സംഭവം ശരിയാകാം എന്ന നിഗമനമാണ് എൻ്റെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്ര ഉന്നതന്മാരായ ആളുകളുമായിട്ട് ബന്ധമുള്ളൊരു കുടുംബമാണ്. 2017 ഈ സംഭവം നടക്കുന്നു, അതിനെ വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെ വിദേശത്തുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടും അവിടേക്കൊന്ന് പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതൊന്നും ഒരു സബോർഡിനേറ്റ് പോലീസ് ഉദ്യോഗസ്ഥനായ എനിക്ക് പോലീസിൽ നിന്ന് റിട്ടയർഡ് ആയെങ്കിലും എനിക്കത് വെളിവാക്കാൻ പറ്റില്ല. ഓക്കെ, ഈ പോലീസുകാരൻ പറയുന്നത് കേട്ടിട്ട് പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇയാൾ പറയുന്ന കറക്റ്റ് കാര്യം സത്യമായിട്ടാണ് തോന്നുന്നത്. കാരണം സുകുമാരക്കുറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയൊരു കോടീശ്വരനായിരുന്നു. നല്ല പുള്ളിക്ക് നല്ല ആസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് വീണ്ടും ഇയാൾ ഇൻഷുറൻസിൻ്റെ പേരിൽ കുറച്ച് പൈസ തട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി, വിദേശത്തെ ജോലി കമ്പനി പൂട്ടാറായ സമയത്ത് അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, ആർഭാടകരമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചാക്കോ എന്ന് പറഞ്ഞ ഒരാളെ ഈ പറഞ്ഞിട്ടുള്ള ബലിയാടാക്കി ഇൻഷുറൻസ് തട്ടാൻ, സുകുമാരക്കുറുപ്പാണ് മരിച്ചതെന്ന് വരുത്തി തീർത്ത് ഇൻഷുറൻസ് തട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഇയാൾ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. അപ്പോൾ അന്നേ ഇയാളുടെ കയ്യിൽ നല്ല പൂത്ത പൈസയുണ്ട്. നല്ല അത്യാവശ്യം ആ സമയത്തൊന്ന് ആലോചിച്ച് നോക്കിയേ, ലക്ഷങ്ങൾ വിലയുള്ള വീട്, അയാളെ വീട് ഇപ്പോഴും പണി തീരാതെ അവിടെ ഇവിടെ കാടും പിടിച്ച് കിടപ്പുണ്ട്. അന്ന് ഇയാളെ ഏരിയയിലെ ഏറ്റവും ടോപ്പ് വീടാണ് ഇയാൾ പണിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അത്രയും പൈസ ഉള്ള ആൾ. അതല്ല, ഇയാൾ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ കൂട്ടുകാർക്കൊക്കെ ഫ്രീ ആയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം കുറേ സുഹൃത്ത് ബന്ധങ്ങളും ഇയാൾക്കുണ്ട്, ഇയാളെ സഹായിക്കാനെ കൊണ്ട്. അപ്പം ഇയാൾ എങ്ങനെ പോയാലും ഈ പോലീസുകാരൻ പറഞ്ഞതുപോലെ ഇയാളെ കയ്യിലിരിക്കുന്ന പൈസ കൊണ്ടിട്ട് കുറേ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് കാണും, പോലീസുകാരെ സ്വാധീനിച്ച് കാണും. പക്ഷെ പോലീസുകാർക്ക് കഴിവുകേടല്ല, പോലീസുകാർക്ക് നട്ടലില്ലെന്ന് വേണമെങ്കിൽ പറയാം. കഴിവുകേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരന്മാരെ കഴിവുകേട് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. കാരണം നട്ടലുള്ള പോലീസന്മാർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ രക്ഷപ്പെടത്തില്ലായിരുന്നു, അല്ലേ?
ഇയാളിപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനു മുമ്പ് കേസ് അന്വേഷിച്ചിരുന്ന 2017 വരെ കണ്ട കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് പറയുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ സുകുമാരക്കുറിപ്പ് ഇപ്പോഴും വിദേശത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഇനി ഞാനിവിടെ വേറൊരു വീഡിയോ വെച്ച് തരാം. അയാളൊരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ, ഒരു 2 വർഷം മുമ്പ് ഒരു ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് അയാളുടെ സുഹൃത്ത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കേ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുള്ളിക്ക് ഒരു 85 വയസ്സുണ്ടെന്ന് ഇരിക്കട്ടെ, പുള്ളിയുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നു 85 വയസ്സായി കാണും, അയാൾ എവിടെയെങ്കിലുമൊക്കെ കടന്ന് മരിച്ചാലും അയാളെ ബോഡി കിട്ടണമല്ലോ. അല്ലെങ്കിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വല്ല നടുക്കടലിൽ എവിടെയെങ്കിലും പോയിട്ട് അയാൾ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യണം. അവിടം വരെ എത്തണമെങ്കിൽ തന്നെയും വേറൊരു ആളുടെ സഹായമില്ലാതെ എത്താൻ പറ്റത്തില്ല. പിന്നെ അവിടെ ഇനി ഏത് കടലിൽ ചെന്ന് ചാടിയാലും ഒരു സമയമാകുമ്പോഴത്തേക്ക് അതൊക്കെ കരയ്ക്കടിയും. അപ്പോൾ ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇനി എന്തായാലും അയാളെ സുഹൃത്ത് പറയുന്നത് കേട്ടു നോക്കെ. ഒരു ആസ്തി സ്വത്ത് പുള്ളി എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പുള്ളി മാറി നിൽക്കുന്ന സമയത്തുള്ള കാലയളവിൽ കണിശമായിട്ടും ജീവിക്കാനുള്ള ഒരു ആസ്തി സ്വത്ത് പുള്ളി എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ട്. ഇല്ലേ? സംശയം ഉണ്ടാക്കും. അക്കൗണ്ട് ചെയ്ത് പോകുന്ന പോകാം. അപ്പൊ അങ്ങനെ നമുക്കിത് ഇതൊക്കെ നമ്മുടെ ഊഹം ഇതാണ്. അപ്പൊ എന്തായാലും ശരി, ഈ പറഞ്ഞ ഇപ്പൊ ഒരു പക്ഷേ 30 ലക്ഷം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ തുകയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അന്നൊരു ഭാരിച്ച തുകയാണ്, ഭയങ്കര തുക അല്ലേ. 30 അന്നത്തെ കണക്ക് വെച്ചാണെങ്കിൽ 30 ഗുണം 6 വെച്ചാലും 180 ആയി. അന്ന് 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര കിലോ സ്വർണ്ണം മേടിക്കാം? അന്ന് ഒരു പവനുണ്ട് 1000 രൂപ. ഞാനിപ്പോ കൊടുക്കുന്നു. നമ്മുടെ പെങ്ങളുടെ കല്യാണത്തിനൊക്കെ 1000 രൂപയാണ് സ്വർണ്ണത്തിന്റെ വില. അതാണ് എന്റെ കാര്യം. അപ്പൊ അത് പുള്ളി സ്വർണ്ണമായിട്ടോ പണമായിട്ടോ ഒക്കെ സമാഹരിച്ച് ഈ പണി കാണിച്ചത്. അതെ, ആയിരിക്കണം. ഒരിക്കലും അയാൾ തെണ്ടിയായിട്ട് ജീവിച്ചു അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞതിനെ വിശ്വസിക്കാൻ അതൊക്കെ ഈ ചുമ്മാ അതൊക്കെ ഒരു ഊഹഭോഗങ്ങളൊക്കെ വെച്ച് കാച്ചുന്നാണ് എന്റെ അഭിപ്രായം. ഈ ഫോട്ടോ ഇതല്ലാത്തതുകൊണ്ട് ഫോട്ടോ ഇതല്ല, അതാണ് റീസെന്റ് ഫോട്ടോഗ്രാഫ് അല്ലല്ലോ, പുള്ളിയുടെ ഫോട്ടോഗ്രാഫാണ് വളരെ തന്നെ. പിന്നെ വേറൊന്ന് ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്, പത്രങ്ങൾ കൂടെ വന്ന ഫോട്ടോകളെല്ലാം തന്നെ സൺഫീസ് ഡാർക്ക് ഫാന്റസിയുടെ രുചി എങ്ങനെയായിരിക്കും? Possibly the chocolatiest, crunchiest, tastiest. ക്രഞ്ചി കുക്കിയിൽ മെൽറ്റഡ് ചോക്കോ. സൺഫീസ് ഡാർക്ക് ഫാന്റസി, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റിയസ്റ്റ് കുക്കി. പല പോസ്, അതായത് താടിയുള്ളത് അല്ലെങ്കിൽ താടിയില്ല, പക്ഷെ അതെല്ലാം നമുക്ക് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ഫോട്ടോയാണ്. ഈ സംഭവം എന്ന് പറയുന്നത് തൊട്ടടുത്ത് കിടന്ന ഒറ്റ ഫോട്ടോഗ്രാഫ് പോലും, കാരണം ഞാൻ കാണുന്ന മുഖമല്ല ഇതിനകത്തൊന്നും വന്നിരിക്കുന്നു, ഒരിക്കലും ഇല്ല. കാരണം വളരെ മാറ്റവും അത് കൂടിയെന്നൊരു ചിലപ്പോൾ എനിക്ക് 5-8 വർഷത്തെ ഒരു വ്യത്യാസത്തിലുള്ള ഫോട്ടോ ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പറഞ്ഞ കണക്ക് ആ ഫോട്ടോയിലുള്ള ആളിനെ കണ്ടുപിടിക്കാൻ ഒരു ഇതാണ്. അപ്പൊ അതൊരിക്കലും നമുക്ക് അതാണെന്ന് അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ. അല്ലെങ്കിൽ ഈ ലോകത്ത് മലയാളി ഇല്ലാത്ത രാജ്യമില്ല. അതെ. അല്ല, ലേറ്റസ്റ്റ് ഫോട്ടോ ആയിരുന്നു അന്നേ ആൾക്കാർ ചൂണ്ടിക്കൊടുത്തത്. പുള്ളിയെ കുറിച്ച് തന്നെ പിന്നെ ആൾക്കാരെ സംബന്ധിച്ചോളം ഈ പുള്ളിയുടെ ഇപ്പൊ തന്നെ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമ വരുന്നു. നമ്മള് പിന്നെ CBIയുടെ ഇപ്പോൾ സേതുരാമയ്യയുടെ ഏതൊരു കുരുവിലും സിനിമ തീരുമ്പോഴത്തേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെങ്കിൽ ചോദിക്കുന്ന ഡയലോഗുണ്ട്, നമ്മുടെ കുറുപ്പിന്റെ കാര്യം എങ്ങനെയാണ്. അപ്പൊ അത് എന്നുവെച്ചാൽ അത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ അന്ന് പറഞ്ഞു നടന്നിരുന്ന കാര്യമാണ്. ഞാനും കേട്ടു, അവിടെ താങ്കളെ കേട്ട് കാണും. പുള്ളിയെ ഭോപ്പാൽ വെച്ച് കണ്ടു, ഡൽഹി വെച്ച് കണ്ടു, കേദാർനാഥ് വെച്ച് കണ്ടു. പിന്നീട് പറഞ്ഞ പുള്ളി പിന്നെ UK മറ്റുണ്ട് പ്ലാസ്റ്റിക് സർജറിയൊക്കെ നടത്തി. ഞാനും വിശ്വസിക്കാം അത്രയും കാലം എനിക്കല്ല വിശ്വാസമൊന്നുമില്ല. എന്തായാലും പുള്ളി ജീവിച്ച കാലം ലാവിഷായിട്ട് തന്നെ ജീവിക്കുന്നത്. അതിൽ ഓക്കെ, പുള്ളിയുടെ കൂട്ടുകാരനാണ് പ്രകാശൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇയാളുടെ പേര് പ്രകാശൻ എന്നാണ്. അപ്പം ഇയാൾ പറഞ്ഞതുപോലെ പുള്ളി ഇതൊക്കെ മുമ്പേ പ്രീ പ്ലാൻ ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും വിദേശത്ത് പോയി അഥവാ ഇത് പുറത്ത് വരുവാണെങ്കിൽ ഈ ചാക്കോയുമായിട്ടുള്ള ഇങ്ങനൊരു കേസ് അത് നടന്ന് ഞാനല്ല എന്ന് പുറത്ത് വന്ന് പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വിദേശത്ത് പോയി ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും അയാൾ മുമ്പേ കണ്ടെത്തി കാണും. എന്നിട്ട് അയാൾ മുങ്ങിക്കാണും. എന്തായാലും കേരളത്തിലില്ല, വിദേശത്താണ് ഇയാൾ ഒളിവിൽ താമസിക്കും. കേരളത്തിലാണെങ്കിൽ എന്നേ ഇയാളെ പൊക്കിയനെ. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ചില രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള ആളുകളുടെയും പോലീസും ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒരു സപ്പോർട്ട് ഇയാൾക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ടായിരിക്കാം. ഇപ്പോഴും അങ്ങാരെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള പൈസകൾ മേടിച്ചിട്ട് പല ആളുകളും ഇപ്പോഴും അങ്ങാരെ സംരക്ഷിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കാം. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞ പോലെ
ഒരുപാട് വിദേശത്തും നാട്ടിലൊക്കെ ആയിട്ട് ഇയാൾക്ക് കോടികളുടെ സ്വത്തുക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞൊരു നേഴ്സില്ലേ, അവരൊരു വീഡിയോ വെച്ച് തരാം. അവർ കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതാണിപ്പം വീണ്ടും ഈ സുകുമാരക്കുറുപ്പിൻ്റെ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യാനുള്ളൊരു കാരണമായത്. അപ്പോൾ എന്തായാലും അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. നേഴ്സ് പറയുന്നത് സുകുമാരക്കുറുപ്പിനെ അന്ന് ആശുപത്രിയിൽ വെച്ച് കാണുന്നത്, എന്തായാലും അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് രത്നമ്മ തന്നെ പറയും. ഇത്രയും വർഷങ്ങളായി, ഓർമ്മയിലുണ്ടോ അതൊക്കെ? തീർച്ചയായിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയാണ് എത്തിയത്. അദ്ദേഹം അഡ്മിറ്റ് ആയിരുന്നു ചെസ്റ്റ് പെയിനായിട്ട്. അന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞതാണ്? തിരിച്ചറിഞ്ഞത് സീനിയേഴ്സ് വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി കേട്ടിട്ട് സംശയം തോന്നിച്ചെന്ന് നോക്കിയതാ. മുമ്പ് അറിയാമായിരുന്നു? ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് നാട്ടിൽ വെച്ച്. സുകുമാരക്കുറുപ്പിന്റെ അയൽവാസി ആണോ? ിൽ കാണുന്ന ആ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നതോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. രാവിലെ ഞാൻ പോയി സംശയത്തിന്റെ പേരിൽ പോയി കുട്ടികൾ പോയി സംസാരിക്കുമായിരുന്നു. അതല്ലേ സുകുമാരക്കുറുപ്പാണ് അവിടെ വന്നത് എന്ന് എങ്ങനെ അറിഞ്ഞു? സുകുമാരക്കുറുപ്പായിരിക്കും എന്നുള്ളത് സീനിയേഴ്സ് വന്ന് പറഞ്ഞുകൊണ്ടാണ് പോയി നോക്കിയത്. ഇത്രയും ഭാഷകൾ അറിയാം, മലയാളിയാണ്, ഭാര്യ നേഴ്സാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് സംശയം തോന്നിപ്പോയി നോക്കിയതാ. തിരിച്ചറിഞ്ഞു? ആ, അദ്ദേഹം തന്നെയായിരുന്നു. എന്താണ് പിന്നെ സംസാരിച്ചു. ഞാൻ സംസാരിച്ച് എന്ത് പറ്റി, എങ്ങനെ, എല്ലാ കാര്യങ്ങളും ചോദിച്ചു. എവിടെ നിന്നാ വന്നേ? മലയാളം അറിയാമല്ലോ? അറിയാം, ഞാൻ കേരളത്തിലൊക്കെ പോയിട്ടുണ്ട്, ആലപ്പുഴ ജില്ലയിലൊക്കെ. അന്നേരമാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട് ചെങ്ങന്നൂരാണ്, ചെറിയനാട് ശിവരാമക്കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്താണെന്ന് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാ ശിവരാമക്കുറുപ്പെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേ പുള്ളി അങ്ങ് പെട്ടെന്ന് ഇതാകുമായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി. പിന്നീട് കണ്ടിട്ടില്ല. നിങ്ങൾ അവിടുന്ന് അപ്പുറത്തേക്ക് മാറിയപ്പോൾ തന്നെ സുകുമാരക്കുറുപ്പ് അവിടുന്ന് രക്ഷപ്പെട്ടു? ഇല്ല, അത് കഴിഞ്ഞ് ഞാനങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് ഡോക്ടേഴ്സ് റൗണ്ടൊക്കെ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിനെ വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. വാർഡിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മണിക്കകം പുള്ളി അബ്സ്കോണ്ടഡ് ആയി. ഈ സുകുമാരക്കുറുപ്പിനെ നേരത്തെ അറിയാമായിരുന്നു? കൊലപാതകമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്? 2 ദിവസം മുമ്പേ ഞാൻ കണ്ടത് അദ്ദേഹത്തിനെ നാട്ടില്. അവസാനമായി കാണുമ്പോൾ ഉള്ള രൂപമൊക്കെ? അദ്ദേഹം കിടക്കുമായിരുന്നു, ബെഡിലായിരുന്നോണ്ട് നമുക്ക് അത്ര, എന്നാലും അദ്ദേഹം തന്നെയായിരുന്നു. പിന്നീട് ഈ പോലീസ് എപ്പോഴാണ് ആ ചോദ്യം ചെയ്യാനായിട്ട് അന്ന് വിളിപ്പിച്ചത്? അന്ന് അവര് ആദ്യം മനോരമ വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങ് എത്തിയപ്പോഴത്തേക്കും ഞാൻ ആനുവൽ വെക്കേഷൻ നാട്ടിൽ വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ ഇവിടെ വന്ന് അന്വേഷണം നടത്തുമായിരുന്നു. സമീപകാലത്ത് വീണ്ടും മൊഴിയെടുത്തു? ഇടയ്ക്കെല്ലാം ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഫോൺ ചെയ്യാറുണ്ട്, വിവരങ്ങൾ ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം വന്ന് വീണ്ടും മൊഴിയെടുത്തു. ഇപ്പം ഈ സുകുമാരക്കുറുപ്പ് അന്നത്തെ പ്രായം, അന്നത്തെ ആരോഗ്യമൊക്കെ വെച്ച് അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതാനാവും? മുനേഴ്സ് കൂടിയാണല്ലോ. പറയാൻ പറ്റത്തില്ല, ജീവിത സാഹചര്യം അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് സുകുമാരക്കുറുപ്പ് അന്ന് ഇവർക്ക് കൺഫേം ആയിട്ടുണ്ട്, അന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് പോലീസിനൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഈ സുകുമാരക്കുറുപ്പ് ഇവർ നിന്നിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് സുകുമാരക്കുറുപ്പ് രക്ഷപ്പെടണമെങ്കിൽ വലിയ ഈ പറഞ്ഞിട്ടുള്ള എങ്ങനെ പോയാലും പോലീസന്മാർ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ഡേയ്സിനുള്ളിൽ പുള്ളിയെ പൊക്കും, ഉറപ്പായിട്ട് പൊക്കും. അന്നേ ഈ സുകുമാരക്കുറുപ്പ് ആണെന്നാണ് ഇവർ പറയുന്നത്. സുകുമാരക്കുറുപ്പ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും പുറത്തോട്ടൊന്നും പോകാനുള്ള ഒരു സാഹചര്യം അവിടെ എന്തായാലും കാണത്തില്ല. ഏത് എയർപോർട്ടിൽ ചെന്നാലും സുകുമാരക്കുറുപ്പാണെങ്കിൽ പൊക്കും, അത് വേറൊരു കാര്യം. അപ്പം ഒരു പക്ഷേ ഇതിനകത്ത് പല ആളുകളും പുള്ളിയെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അതിനൊക്കെ ശേഷമായിരിക്കാം പുള്ളി വിദേശത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇയാൾ ജീവനോടിരിപ്പുണ്ട്. എന്നാലും നമ്മളെ കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ ഏത് കേസെടുത്ത് നോക്കിയാലും നിമിഷ നേരം കൊണ്ട് പൊക്കുന്ന കേരള പോലീസ് പോലും ലജ്ജിച്ച് തലതാത്ത് നിന്നൊരു കേസാണ് സുകുമാരക്കുറുപ്പിൻ്റെ. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ വണ്ടിക്ക് വേണ്ടിയിട്ട് 11 മണി 12 മണി രാത്രി സമയത്ത് വണ്ടി വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് വണ്ടിക്ക് ബസ്സിന് പോകാനെന്ന വ്യക്തിയാണ്. അയാളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കാറി കയറ്റിക്കൊണ്ട് പോയിട്ട് അങ്ങാരെ ആലോചിച്ച് നോക്കിയാൽ അയാളെ കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വർഷമായിട്ട് പോലും അയാളെ കുടുംബത്തിന് പോലും നീതി കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കല്ലേ എന്താണ് അവസ്ഥ. അപ്പോൾ പൈസയും കൈവക്കും കാര്യമുള്ളവന് എന്തും ആവാമെന്നാണ് ഈ ഒരു സുകുമാരക്കുറുപ്പിൻ്റെ കേസ് കൊണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ നടന്ന് ചർച്ച ചെയ്യുന്നതാണ് ഈ ഒരു വിഷയം ചെയ്യാമെന്ന് വിചാരിച്ചത് വീഡിയോ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.